ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിവിൻ പോളിയുടെ 50ാമത്തെ സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. അൽഫോൺസ് പുത്രൻ നിവിൻ പോളി ഒരുമിക്കുമ്പോണ്ടല്ലോ പ്രേമത്തിന് ശേഷം. അതെ, രണ്ട് സിനിമയിലാണ് ഒരുമിച്ചുള്ളത്. ഒന്ന് നേരം, മറ്റൊന്ന് പ്രേമം. അതിനുശേഷം, അതായത് ആള് പറഞ്ഞൊരു സംഭവമുണ്ട്. ആളുടെ സിനിമയിൽ തന്നെ അൽഫോൺസ് പുത്രൻ പറഞ്ഞൊരു ഡയലോഗാണ്, ഒരു നല്ല നേരമുണ്ട്, ഒരു കെട്ട നേരമുണ്ട്. അതിലെ കെട്ട നേരത്തിലാണ് ആള് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പിന്നെ അപ്പോൾ ആ നേരം നല്ല നേരാക്കാൻ വരികയാണ്. പിന്നെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ട് ആ കെട്ട നേരത്തിന്റെ ആ ഒരു ഇതൊക്കെയാണ് മാറ്റിയെടുത്തായിരുന്നു. അത് സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റൂല. ആളുടെ സംവിധാനത്തിലുള്ള ഈ ഒരു സംഭവം, അതായത് ഗോൾഡ് ഉരുക്കി അത് ശരിയായ രീതിയിൽ അതിന്റെ ശരിയായില്ല. അതെ, അപ്പോൾ ആള് ഒരു സമയത്ത് ആള് അതിൽ നിന്ന് ബ്രേക്ക് എടുക്കുകയാണ്. ഇനി കുറെ കാലം കഴിഞ്ഞ ശേഷം വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രഖ്യാപിച്ചതൊക്കെയായിരുന്നു. അങ്ങനെ ആള് തിരിച്ചു വരികയാണ്. ഒരു 3-4 വർഷത്തിന് ശേഷം ഒരു സിനിമ ഡയറക്ട് ചെയ്യാൻ പോകും. എന്താണെങ്കിലും നമുക്ക് ഇതിന്റെ അനൗൺസ്മെന്റ് വീഡിയോ ഒന്ന് കാണാം. ഏകദേശം 4-4.25 മിനിറ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞ സംഭവം സത്യമാണ്. ഇതിന്റെ വിജയം എന്നുള്ളത് തന്നെയാണ്. പിന്നെ ബൈക്ക് സംഭവം അത് തന്നെയാണ്, ബേസ് ചെയ്തുള്ള കഥ തന്നെയാണ് ഇത്. പക്ഷെ ഇവര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ ഒരു പ്രൊമോ സിനിമയുടെ ഭാഗമല്ല. എന്തായാലും നോക്കാം, കാണാം. കല്യാൺ ജ്വല്ലേഴ്സ് ഇവിടെ ആലപ്പുഴയിൽ അല്ല, എവിടെയാണ്? തൊടുപുഴ. ഗ്രാമീണ പശ്ചാത്തലത്തിലാണല്ലോ തുടക്കം. മുതലേ ഞാനത് നേരത്തെ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളൂ, എന്തത് കാറ്റാടി ഒന്നും അനങ്ങാത്തത്. ഷിനോസ് സിനിമറ്റോഗ്രാഫി. ഓ, അത് പൊളിച്ചിട്ടാ. ആരോ വരുന്നു, അതിന്റെ ആ ഒരു ഓളാണത്. അപ്പൊ ഒരുപാട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ലാസ്റ്റ് അവൻ തന്നെ വരണമെന്ന് ഇതിലുള്ളല്ലോ. പൂമ്പാറ്റ പണ്ടൊക്കെ അതൊന്നും ഉണ്ടല്ലേ? തുമ്പി പൂമ്പാറ്റ, തേനീച്ച. നീയായിരുന്നാ? നിന്നെ ഞാൻ കുറെ നാളായി തപ്പി നടക്കുന്നു. ഇവിടെ വിളിച്ചിരിക്കുന്നല്ലേ? എന്താ പരിപാടി? ഞാനിവിടെ മറ്റേ തുമ്പി ഉറുമ്പ് മറ്റേ കുഴിയാനത്തെ സാധനമൊക്കെ ഫോട്ടോ എടുത്ത് ഇരിക്കായിരുന്നു. എന്റെ ഓർമ്മ തുമ്പി എടുത്ത് മതിയായില്ല. നീ എന്താ ഇവിടെ? സെൽഫ് റോളാട്ടോ. മനസ്സിലായില്ല? ഹീറോന്ന്. അതാണ് നിന്റെ പ്രശ്നം. പരിപാടി
ഓ ബോഡിയൊക്കെ സെറ്റായിരുന്നു ആ അടിപൊളിയാക്കിയിട്ടുണ്ട്. ആ ഫേസിൽ തന്നെ കാണാനുണ്ട്. ഓ ഇതിലൊക്കെ നമുക്ക് ഫേസ് അത് റമോ നല്ലതായി മാറ്റം വന്നിട്ട്. ചെറുക്കന്റെ വരവേ ആടാ ഇത്തവണ പിഴക്കാതെ അല്ലേ അതും സത്യം. വിജയം കൊണ്ടുവരും. യെസ് പോളീസാണ് ഓഫാക്കും ചെയ്ത് എന്തോ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എന്തോ ലാസ്റ്റ് എന്തോ പോയിട്ടുണ്ട്. സോറി ഗൈസ് അത് നോക്കട്ടെ എന്താണ് ലാസ്റ്റ് പോയത്. ആ ഫ്ലോട്ടിംഗ് ഓഫ് സൂൺ. ആ സാധനം കൊള്ളാട്ടോ, അടിപൊളിയുണ്ട്. അടിപൊളി അടിപൊളി. പിന്നെ എടുത്തു പറയണ്ടേ ആളുടെ ലുക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഫേസിലൊക്കെ നല്ലൊരു പഴയ ഒരു ചാമി സാധനം ഉണ്ടല്ലോ, ആ ഒരു തടിപ്പൊക്കെ കൊണ്ട് മാറിയിട്ടേ ഒരു പഴയ ലുക്കിലേക്ക് പോയിട്ടുണ്ട്. ആ വയറൊക്കെ കുറഞ്ഞു, വൺ സെറ്റ് ആയിട്ടുണ്ട്. വാടാ അതെ ഇനി പോകരുത് കേട്ടോ. ഇനി ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം ഞാൻ അങ്ങനെ ചെയ്താന്നുള്ള പരിപാടി വേണ്ട. ഇതിലങ്ങോട്ട് കൺട്രോൾ ചെയ്ത് തുടങ്ങിക്കോളാം. പിന്നെ ഇഷ്ടപ്പെട്ട എന്താണെന്ന് അറിയോ, ഉറുമ്പ്, വാണ്ട്, മറ്റേ സാധനം പ്രേമം, പെട്രോളിന് വില കൂട്ടി, ഡീസലിന് വില കൂട്ടി, എന്താ സാധനം ഉണ്ടല്ലോ അതിനകത്ത്. അപ്പൊ അതേ സാധനം പിടിച്ചിട്ടുണ്ട്. ആ ഇടത് കൈ കൊണ്ടുള്ള അടി ഉണ്ടല്ലോ, എന്താ പഞ്ച്, നല്ല പവറുവാ. അത് മറ്റേ ഇതിനകത്തും ഉണ്ടല്ലോ എല്ലാത്തിലും. ആ എല്ലാ സിനിമകളിലും ആ ഇടത്. അടിയാണ് കൊടുക്കുമ്പോഴേ ഇപ്പൊ സർവമായല്ലേ മറ്റവനെ വിളിച്ച് കേട്ടി അടിക്കുന്ന സമയത്ത് പൊട്ടിക്കണ സാധനം എന്റെ പോലെ കിടുക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി വീഡിയോ. ഇതിപ്പോ ശരിക്കും മറ്റൊരു ചെയ്യണ പോലെ തന്നെയാണ് കേട്ടോ. നമ്മുടെ തമിഴ് നെൽസനൊക്കെ അവരും ഇത് തന്നെയാണല്ലോ, സ്വയം മറ്റേ സെൽഫ് ട്രോൾ ആണല്ലോ വരിക. അങ്ങനത്തെ ഒരു മൈൻഡ്, അങ്ങനത്തെ ഒരു സാധനം തന്നെയാണ് വൈബാണ് പിടിച്ചിട്ടുള്ളത്. അല്ല ഏറ്റവും പ്രതീക്ഷ നൽകുന്നതെന്ന് അറിയോ, മതിയായില്ലടായി അക്സെപ്റ്റും ചെയ്യുന്നുണ്ടല്ലോ അതില്. അതായത് ഇങ്ങനത്തെ പരിപാടി പിടിച്ച് പോയിട്ട് കിട്ടിയില്ലേ, ഇനി അതിന്റെ ആവശ്യമില്ല, പുതിയ പരിപാടി പിടിക്കാമെന്നുള്ള ഒരു ആശയം അതിൽ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്. പക്ഷെ സെൽഫ് ട്രോളിന്റെ ഇതേപോലെ ഒരു വീഡിയോ ഇവര് പണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മലയാളി ഫ്രം ഇന്ത്യന്റെ അല്ല അൽഫോൺസ് പുത്രന്റെ തന്നെ വേറെ സാധനങ്ങൾ വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതിന് അൽഫോൺസ് പുത്ര ഇതിനു മുന്നേ ചെയ്ത ആകെ സ്വർണം ഗോൾഡ് മാത്രമല്ലേ ഉള്ളൂ. സ്വർണം ഗോൾഡിന് ഇതുപോലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ? ഇല്ലേ, ഒരു അനൗൺസ്മെന്റ് വീഡിയോ ഇല്ല. ഗോൾഡിന് അങ്ങനത്തെ സാധനം വന്നിട്ടില്ല. നിവിൻ പോളി പിടിച്ചിട്ടുണ്ട് ഈ പടി, ആള് പിടിച്ചിരിക്കുന്ന ആദ്യം. നിവിൻ പോളി പിടിച്ച അത് ഭയങ്കര അല്ലായിരുന്നു, മറ്റേ അതും ഇതേപോലെ തന്നെ മറ്റേ ബോഡി ഷേമിങ്ങിന്റെ സാധനമായിരുന്നു. നൈസ് ആയിട്ടുണ്ട്, അടിപൊളി സിനിമ ആവട്ടെ. അപ്പൊ ഇതെല്ലാം തീം എന്നുള്ള രീതിയിലാണ് അത് തന്നെ, അത് ഉറപ്പല്ലേ. അതായത് തീം എന്ന് പറഞ്ഞാൽ ബൈക്കിന്റെ സംഭവം ഉണ്ടാവും, അത് കാരണം ആ ടൈറ്റിലിംഗിൽ തന്നെ ആ റോഡിന്റെ സാധനം അതൊക്കെ കാണിക്കും. അത് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇവരുദ്ദേശിച്ച പ്ലോട്ട് ഈ അൽഫോൺസ് പുത്രനും ആളും തമ്മിലുള്ള സാധനമല്ല, ഇതൊരു സിനിമയായിട്ട് ബന്ധം ഉണ്ടാവില്ല എന്നുള്ള സാധനം മാത്രമാണ് വെച്ചിട്ടുള്ളൂ. ബാക്കി സിനിമേന്റെ കഥകളും മറ്റതൊക്കെ ഇത് തന്നെയായിരിക്കും ബൈക്കിന്റെ പരിപാടി. പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമൊന്നുമില്ല, അപ്പൊ എല്ലാവർക്കും അറിയാതൊക്കെ. എന്നാലും അങ്ങനെ പറയാൻ പറ്റൂലടാ. ചില ആൾക്കാർ ഈ ഇരിക്കുന്ന ഇതൊന്നും എന്താ സിനിമയിൽ വന്നപ്പോ ഇല്ലല്ലോ എന്നുള്ള സാധനം വരും. അങ്ങനെ എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നത്. നമ്മളെ മലയാളീസിന്റെ കാര്യം നമുക്കറിയാം, ചിലത് സ്പോർട്സ് വീഡിയോ കൊടുക്കും, ചിലത് അന്ന് അതിന്റെ ആവശ്യമില്ല, അവർക്ക് അല്ലാതെ തന്നെ അത് മനസ്സിലാവും. അങ്ങനത്തെ ഒരു അതെ അങ്ങനത്തെ സാധനം ഇത് ഓപ്പൺ ആയിട്ട് അത് പറഞ്ഞിട്ട് പോവാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനിയിപ്പോ ഇത് അവിടെ കണ്ടില്ലെങ്കിൽ ഒരു കുറ്റവും പറയില്ല, അത് അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അതാണ് ഇത് പറഞ്ഞു ഇതൊന്നും പറ്റാൻ പോകില്ല, പറഞ്ഞില്ലെങ്കിൽ പറ്റാൻ പോകുന്ന സംഭവമായിരിക്കും അറിയാം. അപ്പം എന്താണെങ്കിലും കിഡിലിന് ഒരു സിനിമ തന്നെ വരട്ടെ, കാത്തിരിക്കുകയാണ്. രണ്ടുപേരെന്ന് പറഞ്ഞാൽ അൽഫോൺസ് പുത്രന്റെയും തിരിച്ചു വരവിന് വേണ്ടിയിട്ട്. നിവിൻ പോളി ഓൾറെഡി തിരിച്ചു വന്നല്ലോ. യെസ്, ഇനി ഒരുപാട് സിനിമകൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റട്ടെ, നല്ല കിഡിലൻ ഹിറ്റ് സിനിമകൾ. ഇതിന്റെ ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പല വണ്ടികൾ പോയി, പലരും ചീറിപ്പാഞ്ഞ് ആളെ മെയിൻ ചെയ്യാതെ പോയി, അവസാനം ആള് തന്നെ വരണം. ആ സൗഹൃദത്തിന്റെ ഒരു ഇത് കൂടി കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു തീമിലൂടെ ആയിരിക്കും പോയേക്കുന്നത്. പല നടന്മാരത്തും പോയിണ്ടാവും, പല കഥയായിട്ടേ. അതെ ഉണ്ടാവും, ഉറപ്പല്ലേ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, ഉടൻ തന്നെ തിരിച്ചു വരാം. ബൈ.